രേണുസുതി ബിഗ് ബോസിലെത്തിയത് പലവർക്കും ഉൾക്കൊള്ളാൻ ആയിരുന്നില്ല. എന്നിരുന്നാലും രേണു ഒരു മാസം അവിടെ പിടിച്ചു നിന്നു. യഥാർത്ഥ രേണുവായി തന്നെ. രേണുവിന് മുമ്പ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം പറഞ്ഞതും അതുതന്നെയാണ്. രേണു ഒരു സാധാരണ സ്ത്രീയാണ്, ഒരു പാവം സ്ത്രീയാണ്. അവർക്ക് അവരുടെ വീടും കുഞ്ഞുങ്ങളും തന്നെയാണ് വലുത്. പലപ്പോഴും രേണു കരയുന്നത് ഒറിജിനലാണ്. ഞങ്ങൾക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്തവണ്ണം രേണു കരഞ്ഞിരുന്നു. അത്രയും ഒരു മാനസിക വിഷമത്തിലായിരുന്നു രേണു എന്ന് രേണുവിന് മുമ്പേ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ പലവരും പറഞ്ഞിരുന്നു. അവർ ജെനുവിനാണെന്ന്. ക്യാമറയിൽ കാണിക്കാനോ അവിടെ സ്പേസ് ഉണ്ടാക്കാനോ ഒന്നുമല്ല രേണു ഇത് പറഞ്ഞിരുന്നതെന്ന് ഇവർ പറയുന്നതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായതുമാണ്. ഒരു മാസം നിന്നതിന് ശേഷം രേണു ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തു വന്ന രേണു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ വല്ലാത്തൊരു ട്രോമ വന്നിരുന്നു, വല്ലാത്തൊരു അവസ്ഥ വന്നിരുന്നു. അന്ന് എല്ലാവരും എനിക്ക് അടുത്തുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ എനിക്ക് ഇത് മാറാനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ അവസ്ഥ എനിക്ക് വന്നു. ഞാനാകാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ഉള്ളിലെ ഒരിതാണ്. അതുകൊണ്ട് ആദ്യമേ ഞാൻ ഡൗൺ ആയിരുന്നു. ആദ്യം വന്നപ്പോഴും ഞാൻ പ്രശ്നമുണ്ടാക്കി. എന്നെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് നന്ദി. പക്ഷെ ലാലേട്ട, ഞാനല്ലേ അവിടെ നിൽക്കേണ്ടത്? മാനസികമായി ഞാൻ ഓക്കെ അല്ല. ഒരു മാസം നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല. നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി. എന്തു വന്നാലും എൻ്റെ മക്കളെ കാണണം. എനിക്ക് ഒരു വാശിയുണ്ടായിരുന്നു. എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ കയറണമെന്ന്. എന്തായാലും ഒരു മാസം നിന്നു. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു.